എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്ത വീഡിയോയും CPM-ലെ തെറ്റുതിരുത്തൽ മാമാങ്കത്തെക്കുറിച്ചാണ്. ഇത്തവണയും ഏതാണ്ട് അതുതന്നെയാണ് വിഷയം. ഇലക്ഷൻ തോൽവിയെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റി, എല്ലാ ജില്ലാ കമ്മിറ്റികളും ഇന്നലെ സംസ്ഥാന കമ്മിറ്റിയൊക്കെ ചേർന്ന് അങ്ങ് തലപുകഞ്ഞ് ആലോചിക്കുകയാണ് എന്താണ് തോൽവിയുടെ കാരണം. നാട്ടുകാർക്കും ജനങ്ങൾക്കും അണികൾക്കും മൊത്തം അറിയാമെങ്കിലും ഇവർ കുറച്ച് നേതാക്കന്മാർക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല എന്താ പരാജയത്തിന് കാരണം. അപ്പം പാർട്ടിയെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഇന്നലെ വന്ന വിമർശനം പാർട്ടിയെ കുഴപ്പത്തിൽ ചാടിച്ച് നേതാക്കന്മാരാണെന്നാണ്. EP ജയരാജനെതിരെ P ജയരാജൻ, SFIക്ക് രൂക്ഷ വിമർശനം. അപ്പം പ്രകാശ് ജാവദേക്കറെ EP കണ്ടതും AK ബാലൻ്റെ മരപ്പട്ടി പ്രയോഗവും SFIയുടെ രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ കാരണമായെന്ന് ഇപ്പോൾ ഈ ചർവണം ചെയ്ത് ഇവർ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇതെല്ലാമാണെങ്കിൽ ഈ സംഭവം നടക്കുമ്പോൾ ഒന്നും ആരും പറഞ്ഞില്ല. ഇത് കൊള്ളാത്ത ഏർപ്പാടാണ്, ഇത് നമുക്ക് മാറ്റിവെക്കാം, ഇത് പാർട്ടിക്ക് ചേർന്നല്ല എന്ന് ഒരു നേതാവും ഈ ചർച്ച ചെയ്ത ഒരു മനുഷ്യരും പറഞ്ഞു കാണത്തില്ല. ഇവരെല്ലാവരും അന്നേരം ഇതിനെ സപ്പോർട്ട് ചെയ്യണത്. ഇപ്പോൾ എല്ലാ കുറ്റവും കൂടെ പിണറായി വിജയൻ്റെ തലയെ കൊണ്ട് വെച്ചിട്ട് ഇവർ പറയുകയാണ്. അന്ന് SFI നിയന്ത്രിച്ചേ തീരൂ എന്ന ആവശ്യം യോഗത്തിൽ ശക്തമായി PM ആഷയുടെ നേതൃത്വത്തിൽ സംഘടന കാട്ടിക്കൂട്ടിയത് ഇടതുപക്ഷത്തെ ദോഷകരമായി ബാധിച്ചെന്ന വിമർശനമാണ് ഉണ്ടായത്. ഈ ആഷോയെ അങ്ങേയറ്റ തലയ്ക്കറ്റി വെക്കുകയും ആഷോയെ നിരവധി കേസുകളിൽ പ്രതിയായിട്ട് പോലും ആഷോയെ സംഘടനയിൽ നിന്ന് മാറ്റാതിരിക്കുകയും കേസുകളിൽ പ്രതിയായിരിക്കുമ്പോൾ തന്നെ അയാളെ തിരിച്ചു കൊണ്ടുവന്ന് സംഘടനയുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുകയും അയാൾക്ക് സ്വീകരണം കൊടുക്കുകയും അയാൾ പറയുന്നതിനൊക്കെ ഏറാൻ മൂളിയും ഗവർണറെ വരെ ഈ ആഷോയുടെ വാക്ക് കേട്ട് ഗവർണറെ വരെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇവർ ചർച്ച ചെയ്തിട്ട് ഇതുവരെ ഒരു വ്യക്തമായ ഒരു തീരുമാനം കണ്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഈ ചർച്ചകളെല്ലാവരും നടന്നാലും പിണറായിക്കൊരു കൂസലുമില്ല. പിണറായി ഇതെല്ലാം കേട്ട് അനങ്ങാതിരിക്കുകയും ഉള്ളിച്ചിരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇവരെന്തെല്ലാം പറഞ്ഞാലും ഏതെല്ലാം തെറ്റ് കണ്ടുപിടിച്ചാലും അദ്ദേഹത്തിന് ഒരു അനക്കവുമില്ല. അദ്ദേഹം ഈ ശൈലി തന്നെ തുടരും. അദ്ദേഹത്തിന് വേറെ ശൈലി അറിഞ്ഞുകൂടാ. അദ്ദേഹം പട്ടിയുടെ വായിൽ 12 കുഴലിട്ടാലും അത് എടുക്കുമ്പോൾ നിവർന്നിരിക്കുമെന്ന് പറയുന്ന പോലെ അദ്ദേഹം ഇത് തന്നെ അദ്ദേഹം തുടരും. അപ്പോൾ ഇന്ന് രക്ഷാപ്രവർത്തനം സർക്കാരിനും പാർട്ടിക്കും എതിരായ ജനവികാരം ശക്തമാക്കിയെന്ന് വിമർശനം. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രൂക്ഷ വിമർശനം. മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ ജനവിരോധത്തിന് കാരണമായി. ഇങ്ങനെ മുഖ്യമന്ത്രിയെ അങ്ങ് ഭള്ള് പറയുന്ന ഒരുപാട് പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നടന്ന സമയത്ത് ആരും മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും പറഞ്ഞില്ല. എല്ലാം സപ്പോർട്ട് കൊടുക്കും, മുഖ്യമന്ത്രിക്ക് സപ്പോർട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ നവകേരള യാത്ര, തീറ്റ മത്സരം, പൗരപ്രമുഖരെ വിളിച്ച് തീറ്റ മത്സരം നടത്തിയത്, ഇതൊന്നും ആരും എതിർത്തില്ല. ഇതൊക്കെ ഭയങ്കര പുരോഗമനപരവും ഭയങ്കര ആധുനിക പുതിയ നടപടികളൊക്കെയാണ്. കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീരുമെന്നും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ആൾക്കാരാണ് ഇപ്പോൾ പറയുന്നത് ശൈലി മാറ്റണമെന്ന്. അപ്പോൾ ഇതേ പറ്റിയാണ് നമ്മളിത് ലോകത്തിലെ ഈ പാർട്ടിക്കാർ മൊത്തം കൂടെ ശൈലി മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഒരു കുലുക്കവുമില്ല, അദ്ദേഹം കൂളായിട്ട് ഇരിക്കുകയാണ്. ഈ ഒരു തീമാണ് ഇന്നത്തെ ഈ ഡെമോൺസ്ട്രേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം.